നമസ്കാരം. പെരിന്തൽമണ്ണ സെൻറ്റ് അൽഫോൻസ ഫാമിലി അസോസിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ സ്നേഹവും ജീവിതത്തിൻ്റെ നേർവഴികളും മനുഷ്യബന്ധങ്ങളുടെ ചൂടും വിശ്വാസത്തിൻ്റെ ശക്തിയും ലളിതമായ ഭാഷയിൽ വായനക്കാരുടെ ഹൃദയത്തിലെത്തിച്ച എഴുത്തുകാരിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. ഭാവനയുടെ സൃഷ്ടികളെ അക്ഷരങ്ങളാക്കി മനസ്സിൽ കോറിയിട്ടപ്പോൾ അത് വാക്കുകളായി പുസ്തകത്തിൽ പകർത്തി, വരികളായി കവിതകളായി ചിറക് വിടർത്തി വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് പറത്തിവിട്ട നമ്മുടെ പ്രിയ എഴുത്തുകാരി ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ് കാരക്കാട്ട്. ടീച്ചറുടെ എഴുത്തു യാത്രയെക്കുറിച്ചും ആ പുസ്തകത്തിൻ്റെ പിന്നിലെ കഥകളെക്കുറിച്ചും വായനക്കാർക്ക് ടീച്ചർ നൽകാനായി ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ടീച്ചറെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ടീച്ചർ, പ്രേക്ഷകർക്കായി ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ത്രേസ്യാമ്മ ജോസഫ് കാരക്കാട്ട്, പെരിന്തൽമണ്ണ ഇടവകയിലെ ആനമങ്ങാട് യൂണിറ്റ് അംഗമാണ്. എൻ്റെ ഹസ്ബൻഡ് ബേബി മാഷ്. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകനും കുടുംബത്തോടൊപ്പം ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ അധ്യാപികയായി 33 വർഷം സേവനം ചെയ്ത് ഇപ്പം 14 വർഷത്തോളമായി വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 കവിതകൾ ഉൾപ്പെടുത്തി അമ്മ കൈപിടിച്ചപ്പോൾ എന്ന ഒരു മനോഹരമായ ഒരു കവിതാ സമാഹാരമാണ് ടീച്ചർ വായനക്കാരുടെ ഹൃദയത്തിലെത്തിച്ചത്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നാം, ചിന്തകൾ ജനിക്കാം. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് സൂചിപ്പിക്കാവോ? പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, ആദ്യമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത്, മാതാവ് എനിക്ക് ചെയ്ത വലിയ കൃപയ്ക്ക് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനുള്ള നന്ദിയാണ് ഇതിൽ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ മാതാവ് കൈപിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകത്തിന് പേര് കൊടുത്തപ്പം അമ്മ കൈപിടിച്ചപ്പോൾ എന്ന പേര് ഞാൻ കൊടുത്തു. അമ്മ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ പെറ്റമ്മ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിനെയാണ് ഞാൻ ഈ സമയം ഓർക്കുന്നത്. ആ അമ്മ എനിക്ക് വേണ്ടി ചെയ്ത വലിയ, എനിക്കതിന് എങ്ങനെ പറയണമെന്നുള്ള വാക്കുകൾ പോലും എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 14 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് എഴുതിയതാണ് നല്ല അമ്മ. ആ നല്ല അമ്മയിൽ നിന്നാണ് എൻ്റെ തുടക്കം വരുന്നത്. നല്ല അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എഴുതി വെച്ചത്. അത് ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു, പുറത്ത് ആരോടും ഞാൻ പറഞ്ഞില്ല. ഞാൻ മാത്രം അത് എന്നും മനസ്സിൽ കിടക്കുമ്പോൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീടുള്ളത്, അമ്മ കൈ പിടിച്ചപ്പോൾ ആ കൈ പിടിച്ചത് വിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്കങ്ങനെ തോന്നി. ഓരോരോ അനുഭവങ്ങൾ, ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പം എനിക്കതിനെ എങ്ങനെയൊന്ന് പ്രതികരിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പം അതിനും എന്നെ അമ്മ സഹായിച്ചു. അമ്മ തോന്നിച്ച് തന്ന വാക്കുകളിലൂടെ, വരികളിലൂടെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, കവിതയായി പ്രേക്ഷകർക്കായി വായനക്കാരിൽ എത്തിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം മാറിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട ജിൽസച്ചനാണ്. ഇത് ആരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോഴും അച്ഛൻ പറഞ്ഞു, അത് പോരാ, ഇത് സൂക്ഷിക്കണം, ടീച്ചർ അത് പുസ്തകമാക്കണം, വരുന്ന തലമുറയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എന്നും രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ അമ്മേ മാതാവേ എന്ന് വിളിക്കും. ആണ്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ അമ്മേ മാതാവേ എന്ന് വിളിക്കും. ശരിയാണ്. ആ അമ്മേ മാതാവിൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല അമ്മ എന്ന ഒരു കവിതയിലൂടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അതെ. ഇത് അവസാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ എല്ലാ അമ്മയായ ഭൂമി മാതാവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. ടീച്ചർ ചെറുപ്പം മുതലേ എഴുതുമായിരുന്നോ, അതോ ഈ വിശ്രമ ജീവിതത്തിന് ശേഷം എഴുതി തുടങ്ങിയതാണോ? ഒരിക്കലും ഞാൻ ചെറുപ്പം മുതലേ എഴുതിയിട്ടില്ല. 33 വർഷം ഞാൻ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്തു. ഇംഗ്ലീഷ് ആയിരുന്നു അധികം എടുത്തുകൊണ്ടിരുന്നത്. ഒരു വരി പോലും അറിയാതെ പോലും ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല. ഇംഗ്ലീഷ് പിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല.
അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഞാൻ ആ കവിതയിൽ പലതും വായിച്ചു. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കഥകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ടീച്ചർ ഇത് ഭാവനയിൽ നിന്ന് സ്വയം സൃഷ്ടിച്ചതാണോ, അതോ ഇതിൻ്റെ പിന്നിൽ ടീച്ചറുടെ ജീവിതയാത്രയിൽ കണ്ട അനുഭവങ്ങളും കേട്ട അനുഭവങ്ങളും ആണോ ചിത്രീകരിച്ചത്? ജീവിതയാത്രയിൽ നമ്മൾ നേരിട്ട് കണ്ട് എൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ച കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും ചില വാർത്തകൾ അല്ലെങ്കിൽ ചിലതിൽ നമ്മൾ പങ്കെടുത്ത് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ രാത്രിയിൽ എനിക്ക് ഉറക്കം വരാതെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കും, എല്ലാവരും ഇത് പോയി, എല്ലാവരും ഇത് കണ്ടു, എന്നിട്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത വിഷമം എന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന് ഞാനും ആലോചിക്കാറുണ്ട്. അത് ആ കവിത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്റ്റാറ്റസ് എന്ന കവിത. ഉണ്ട്. അതാണ് എനിക്കുള്ള അതാണ്. എനിക്ക് അങ്ങനെ ചിലപ്പോൾ നമ്മൾ പേപ്പറിൽ ചില ഇത് കിട്ടും. നമ്മൾ ചില ആഘോഷങ്ങളിൽ ചിലപ്പോൾ ആഘോഷത്തിൽ പങ്കെടുക്കും. അവിടെ ഉണ്ടാവും നമുക്ക് ചെറുതായിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിനെ പിടിക്കുന്ന ചില അനുഭവം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ശവസംസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കും. പെറ്റ അമ്മയെ അവസാനമായിട്ട് അടയ്ക്കുമ്പോൾ ഏതൊരു നമ്മൾ പറയുമല്ലോ, ഏതൊരു പ്രതിമയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരും. അപ്പോൾ അതുപോലും വരാതെ അങ്ങനെയുള്ള ചില സംസ്കാരത്തിൽ ഒത്തിരി ഒന്നുമില്ല, അപൂർവം ചിലതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഈ കവിത എഴുതി കഴിഞ്ഞിട്ട് പോലും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ഞാൻ പറയും, ഞാൻ പിന്നെ വീട്ടിലുള്ളവരോട് മാഷുമായിട്ട് ഞാൻ പങ്കുവെക്കും. പെറ്റ അമ്മയെ അങ്ങോട്ട് വെക്കുമ്പം ഏതൊരു കരിങ്കല്ലിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരില്ലേ? ഇന്ന് ഈ ലോകം മാറിപ്പോയില്ലേ? മാറിപ്പോയി. ആ മാറ്റമാണ് അക്ഷരങ്ങളിലൂടെ മാറ്റമാണ്. അപ്പോൾ എങ്ങനെ പ്രതികരിക്കാം? അപ്പം നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് അക്ഷരമാണ് അല്ലേ? അക്ഷരമാണ് നമ്മുടെ ആയുധം. അപ്പോൾ ആ അക്ഷരം എടുത്ത് ഞാൻ ഒന്ന് പെരുമാറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വന്നത്. അത് അഭിമാനം തോന്നുന്നുണ്ട് ആ കവിത വായിക്കുമ്പോൾ അറിയാം. അത് പക്ഷേ ഇനി ഞാനിതിൽ മലയാളത്തിൻ്റെ പണ്ഡിത അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിന് എഡിറ്റിംഗ് ആരുമില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഇതിൽ വൃത്തമുണ്ടോ, അലങ്കാരമുണ്ടോ, സന്ധിയുണ്ടോ, ഒന്നും അറിയില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ പെറ്റമ്മയോടൊപ്പം എൻ്റെ മാതാവ്, എനിക്കിങ്ങനെ വാക്കുകൾ എനിക്കിങ്ങനെ തോന്നിച്ചു തരുന്നു. ഞാൻ ആ വാക്കുകൾ അങ്ങനെ എഴുതുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് ശരിയാണോ? ചിലപ്പോൾ മലയാള പണ്ഡിതർ ഇത് പരിശോധിക്കുമ്പം ഇവിടുത്തെ അക്ഷരം ഇത് ശരിയാവുകയില്ല, അല്ലെങ്കിൽ അവിടുത്തെ ആ വാക്ക് ശരിയാവുകയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ബോധറായിട്ടില്ല എന്നാണ് അതിൻ്റെ സത്യമുള്ളത്. അതുപോലെ ഇരുന്ന് എഴുതലുമില്ല. ഇതൊന്നും ഞാൻ എഴുതാൻ വേണ്ടി ആലോചിച്ചൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു മനസ്സിൽ എൻ്റെ ഒരു വേദനയുടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ആ വേദനയിൽ ഒന്നായിരിക്കും ചാച്ചൻ എന്ന കവിത. അതെ, ചാച്ചൻ അത് ശരിക്കുള്ള അനുഭവമാണ്. ഇന്നുള്ള തലമുറയ്ക്ക് അറിയില്ല. കാരണം ഒരു രണ്ട് കൊച്ച് ചോദിക്കുന്നതെല്ലാം അതിനപ്പുറം വാങ്ങി കൊടുക്കും. കവിത വായിച്ചപ്പോൾ ഞാനും എൻ്റെ ചാച്ചൻ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ചാച്ചന്മാരുണ്ട്. അതെ. പിന്നെ ആ ചാച്ചന്മാരുടെ ആ തഴമ്പിൻ്റെ സ്നേഹം പിന്നെ അത് തിരിച്ചറിയുന്ന മക്കൾ വളരെ കുറവാണ്. അതൊക്കെ നമ്മുടെ മനസ്സിന് വേദന തോന്നിയല്ലേ? രാത്രിയും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം കഷ്ടപ്പെടുന്നു. അവസാനം ആ കൈകൾ മുഴുവനും തഴമ്പാവുന്നു. അപ്പോൾ നന്ദിയില്ലാത്ത മക്കൾ ചിലപ്പോൾ തിരിഞ്ഞ് നോക്കാതിരിക്കുന്നുണ്ടാവോ? തിരിഞ്ഞ് നോക്കില്ലെങ്കിലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ മാതാപിതാക്കളെക്കുറിച്ച് ഒരു തരി സ്നേഹം ഈ മക്കളുടെ മനസ്സിൽ ഒരു കോണിലേലും ഉണ്ടാവണം. സിദ്ധാർത്ഥൻ എന്ന ആ കൊച്ചിനെ അങ്ങനെ ഇതായി എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമം തോന്നിയ സംഭവമായിരുന്നു. ഒക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ഓർമ്മ വരും. സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ നമ്പർ ഒന്ന് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അവരോടൊന്ന് സംസാരിക്കണം.